ഇല്ല വെയിറ്റ് കണ്ണാപ്പി ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഏത് കണ്ണേ? എടാ നമുക്ക് കണ്ണാപ്പിന്റെ ക്യാരക്ടർ എൻഡ് ചെയ്ത് തരാം. എന്തിനു പറഞ്ഞു? അടിച്ചോ നേരെ എടുത്താൽ സമുദ്രമേരെ കൂടെ എൻഡ് ചെയ്തല്ലേ? അടിച്ചോ നേരെ എടുത്ത മറ്റേ ഇവിടെ വെച്ചാലാ? അവൻ ലോറാപ്പിയുടെ കൂടെ സ്പീക്കർ എടേ എവിടെ മുതുക്കില്ല പറഞ്ഞു വെയിറ്റ്. വരാം മാമ ഞാൻ കാര്യം പറയാം. ഈ കണ്ണാപ്പിയും അല്ല ഇതെന്താ കേബിയുടെ വണ്ടി? മാമ നീ ഇത്രയും ചെയ്. നീ ഞാൻ സംസാരിക്കില്ല, നീ സംസാരിച്ചിട്ട് ലോറെ വണ്ടി കയറി ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു. ഒന്നും നീ ഒന്ന് വണ്ടി ലോറെ മാത്രം. ചന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് പറയാം. അപ്പം ചന്ദ്ര സംസാരിക്കില്ല, ഈ വണ്ടി ഇരിക്കണ ആരെന്ന് അറിയൂല. ഞാൻ ചോദിച്ചാൽ പറയാം ചന്ദ്ര കേവിയിലുള്ള ലിഫ്റ്റ് വന്ന് ഞാൻ വന്നേ പറയാം. ഓക്കെ അവിടെ വെച്ച് ചന്ദ്രൻ കുറച്ച് ഫ്രണ്ട് ചെയ്യണ്ട. ലോറയുടെ അടുത്ത് ഞാൻ മാറി നിന്ന് സംസാരിക്കാൻ വണ്ടി ഇല്ല. അവനെ വിളിക്കട്ടെ. എവിടെയാ ലോറ മാത്രം വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടാ എന്റെ ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്യണ്ടേ? എന്താണ് ആളെ നിന്റെ അടുത്തല്ലല്ലോ വിളിച്ചു, നിന്നല്ലല്ലോ വിളിച്ച കണ്ണാപ്പി. മൊട്ടയെ വെയിറ്റ് വണ്ടി കയറാണ്. ആ കേറ് ഒരു കാര്യം പറയട്ടെ. ആരുടെ വണ്ടി കയറാം? അവരുടെ ഗ്യാങ് വണ്ടിയാ. ആ ലോറ പിന്നെ എന്തൊക്കെ ഉണ്ട്? സുഖം തന്നെ? ലോറന്റെ ഫോണും റേഡിയോ ഒക്കെ കേട്ടറാ മാമാ. നമുക്ക് അറിയുന്ന ഒരു കുട്ടിയായിട്ട് കിഡ്നാപ്പ് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ ഇപ്പൊ. നീ രണ്ടെണ്ണം കൂടി നീയൊക്കെ കൂടി എന്റെ ചെറുക്കൻ തട്ടിക്കൊണ്ടു അല്ലേടി? പട്ടിയോടുന്നത് പട്ടിയാണ്. രണ്ടും ഒരേ ജർമ്മനല്ലേ? നാടൻ. നിന്റെ ഫോൺ ഞങ്ങളുടെ ഇല്ല, പിന്നെ നീ എങ്ങനെ ഫോൺ എടുക്കും? ഇല്ല കണ്ണമ്മനെ വിളിച്ചോ. നീയെ കൂടി എന്റെ ആ എട്ടുമുട്ട് തിരിയാത്ത കൊച്ചു ചെറുക്കനെ കൊണ്ട് കക്കൂസ് കഴിപ്പിക്കല്ലേ? ആ എട്ടുമുട്ട് തിരിയാത്ത ആ പാവ എടാ ഞാൻ എന്തിനാ എടാ മാമ ആ എട്ടുമുട്ട് തിരിയാത്ത സൂര്യബോസിലടാ പാവ എന്റെ പാവ മോൻ അവനെ കൊണ്ടുപോയിണ്ടല്ലോ സൂര്യബോസ്. അവനെ ഈ രണ്ടെണ്ണം കൂടി കൊണ്ടുപോയി കക്കൂസ് അടിപ്പിച്ചറാ. എവളുണ്ട് അമ്മാടി ഗൊമ്മാളെ. അവൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചെല്ലപ്പുള്ള തന്നെയാ. സ്പീക്കറില് ഹലോ അല്ല കേവി ഒന്നുമല്ലടാ, ഞാനാണ് ചന്ദ്രനാണ്. നീയെ കൂടി എന്റെ ചെറുക്കനെ കക്കൂസ് കഴിപ്പിക്കലടാ. നീയൊക്കെ എന്റെ പാവ സൂര്യബോസിനെ കൊണ്ട് ഹറാസ് ചെയ്യലടാ. അതിനു മുമ്പേ അലീന എലിയും കൂടെ കൊണ്ട് ഇവളെ കൊണ്ട് കക്കൂസ് കൊണ്ടുപോയതോ? കക്കൂസ് കൊണ്ട് അത് ഇവക്ക് സൂര്യ അഞ്ചല്ല സൂര്യ എന്റെ അവനാണ് മാസ്റ്റർ ബ്രെയിൻ. അവന്റെ നിഷ്കളങ്കതയോ ചെറുക്കനെ പറ്റി അരദേശം പറഞ്ഞോണ്ടല്ലോ. ആ ചെറുക്കനാണ് ഇവനെ കൊണ്ട് പറ്റാ ഇവളെ കൊണ്ട് കക്കൂസി കൊണ്ട് കഴിച്ചൊന്നുമില്ല. ചെന്നെന്തോ പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ലോറാപ്പയെ കുറച്ച് പാട്ടൊക്കെ കളിച്ചു വിടാം കേട്ടാ.
ആ അവള് നല്ല രീതിയിൽ പാടും, കുഴപ്പമില്ല എന്തിനും കുഴപ്പമില്ല. ഓക്കെ ശരി ഫോണി കണ്ട ഇത്രേ ഉള്ളൂ നിന്റെ അടുത്തുള്ള സ്നേഹം. അല്ലാണ്ട് എവിടെയാ ചന്ദ്ര അവളെ ഒന്നും ചെയ്യല്ലേ, ഇതൊക്കെ ഉള്ളു. ഇത്രേ ഉള്ളൂ നിന്റെ അടുത്ത് സ്നേഹം, ഇത്രേ ഉള്ളൂ. മനസ്സിലായ? എന്റെ സ്നേഹം അവൾക്ക് കണ്ട ഇത്രേ ഉള്ളൂ. എന്റെ ഒക്കെ സ്നേഹം ഇത്രേ ഉള്ളൂ. ഫേക്ക് ലവ്. ഫോൺ എന്റെ കൂടുതലുള്ള ട്രസ്റ്റ് ഇല്ല എന്തിനോ, വേറെ ആരെല്ലാം ആണെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കത്തില്ല എന്തിനോ, കൂടുതലുള്ള ട്രസ്റ്റ് ഇല്ല എന്തിനോ, അത്രേ ഉള്ളു. മാമ ഫോൺ അടുത്ത് വലിയ സംസാരം വേണ്ട അവന്റെ അടുത്ത്. ആരവൻ ഫോൺ കട്ടിയാടാ, ഇറങ്ങടി. അയ്യോ അവള് ഫോൺ എടുത്തിട്ടു. അയ്യോ ഇവള് കള്ളിയാ. അയ്യോ എന്ത് ലോക്ക് ചെയ്താ വണ്ടി? അമ്മ ലോക്ക് ചെയ്താ? ഓ ഇവള് അവന്റെ കൂടെ ജനിച്ചതെന്ന് സംശയം എനിക്കിത്. ഇത് അവൻ ശരി പക്ഷെ ചന്ദ്ര ഇവിടെ അല്ല ഇത് ഫോൺ എടുത്തല്ലേ ഫോൺ ഇറങ്ങി. അതെ ഒരു ബിറ്റ് ഞാൻ പറയട്ടെ, എനിക്ക് ചെവിന്ന് ഫോൺ പോകുന്നില്ല. കൊല്ലാൻ പോണ ഞാൻ. അഭിനയം നീ എന്തിനാണ് കൊച്ചു ചെറുക്കനെ കൊണ്ട് അവിടെ അവരെ എന്തിനാണ് അവിടെ ഹരാസ് ചെയ്യേണ്ട ആവശ്യം? എന്ത് ഫോൺ താഴെ ഫോണല്ലേ പറ. ആരെടുത്താല് മാമ പോയിട്ട് താഴെ ആരും എടുത്തുണ്ടോ? അളിയാ അതെ പറ. സ്പീക്കർ ഇട്ടിട്ട് ചന്ദ്രന്റെ അടുത്ത് ഒരു കാര്യം കൂടെ കേൾപ്പിച്ചോ. അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സൂര്യബോസ് അന്ന് മറ്റേ കാല് പിടിച്ച് കരയുന്ന വീഡിയോ ഉണ്ട്, അത് ഞാൻ പുറത്തിറക്കും. എന്റെ അച്ഛൻ മൂഞ്ചനാണ് എന്നൊക്കെ പറയുന്ന വീഡിയോ എന്റെ ഉണ്ട്, ഞാൻ അതെല്ലാം എടുത്തൊക്കെ ഞാൻ ലോറാപ്പിനെ കാരാഗ്രഹത്തിലിട്ട് പൂട്ടാൻ പോണു. നിനക്ക് ഇനി അവിടെ മാസങ്ങൾ കഴിഞ്ഞിട്ട് നിനക്ക് ഇനി കാണാൻ പറ്റത്തുള്ളൂ ഇനി. എന്നാലും കുഴപ്പമില്ല കേട്ടാ. എന്നാ ഒന്നുകൂടെ പറയൂ. ലോറക്കറിയേ എന്റെ കൂടെ ഉള്ളവരോടാ വന്നേക്കുന്നത്, എന്റെ ചേട്ടന്മാരോടാ വന്നേക്കുന്നത് അറിയാം. അവക്കാരോട് ഒപ്പം അവന്റെ അവന്റെ ടാക്ടിക്സ് ഉണ്ടാ മാമ. അവന്റെ ടാക്ടിക്സ് ഉണ്ടാ കൂടെയുള്ള അതായത് അവന്റെ അണ്ണന്മാരെ കൊണ്ടുപോയിട്ട് ഒന്ന് ചെയ്യുന്നുള്ള അവന്റെ ഇത് അവന്റെ എടാ എനിക്ക് അങ്ങനെയൊന്നുമില്ല കണ്ണാപ്പി, എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അവന്റെ അഭിനയം അവന്റെ കോൺഫിഡൻസ് പോടാ നാറി. കട്ടി മാമ കട്ടി അവിടെ കട്ടി. നമ്മളൊന്നും ചെയ്യൂല. ഒരു രണ്ട് പാട്ട് പാടിച്ചിട്ടങ്ങ് വീണ. ഏത് സത്യം പറഞ്ഞാൽ എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞൂടല്ലേ? എന്റെ കൊച്ചു പൈലക്കൊണ്ടവിടെ പാട്ട് പാടിപ്പിച്ച് അവനോട് കഥയും പറപ്പിച്ചിട്ട് അവന് 8 പൊട്ടത്തിനകത്ത് കൊച്ചിനോട് ഈ സിറ്റിയിലെ എല്ലാ പെണ്ണുങ്ങളുടെ നമ്പർ അവന്റെ കയ്യിലുണ്ട്. 8 പൊട്ടും തിരിയാത്ത ആൾക്കാരുടെ അതൊക്കെ. അത് ഞാൻ പറഞ്ഞിട്ടുള്ള അവന്റെ അടുത്ത്. അത് ഞാനാണ് ചേച്ചിമാരെ നമ്പർ. അത് ഞാനാണ് പറഞ്ഞത്. ചേച്ചിമാർ നിന്റെ വലിയ വർത്തനം പറയല്ലേ കൊച്ചുവായില് കട്ടറി. എടാ പേടില്ല. തോക്കറ നമ്മള് പറഞ്ഞെന്തിനാന്നറിയോ? ചേച്ചിമാരെ ഫോൺ നമ്പർ. എടാ കട്ടി നമ്മള് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറഞ്ഞ എന്തിനാന്ന് പറഞ്ഞാ അവന്റെ ഫോൺ ചേച്ചിമാരുടെ നമ്പർ വെച്ചിട്ട് അവൻ എന്തേലും ഞാൻ സിറ്റിയിലെ സമയത്തെ കൊച്ചു കൊട്ടിയല്ലേ അവനെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചോണ്ട് വരാനൊക്കെ അവന് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പൊ അവരെ നമ്പർ വാച്ച് വെക്കാൻ പറയാം. അങ്ങനെ വാച്ച് വെക്കണാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കണാണ് ഒരാളെ. ഇങ്ങനെയൊക്കെയാണ് ഒരാളെ തെറ്റിദ്ധരിക്കണേ. നിന്റെ ഫോൺ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തതും തെറ്റാ. എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിച്ച് തിരിച്ച് സൂര്യബോസിനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. ഇതിന്റെ പാസ്വേഡ് എത്രയാണ് നിന്റെ ഫോണിന്റെ? നിന്റെ ഫോണിന്റെ പാസ്വേഡ് എത്രയാണ് ഫോണിന്റെ? അല്ല ഞാൻ ഇങ്ങനെ വന്നല്ലേ അവിടെ നമ്മള് ചില്ലിങ്ങാണ്, അവിടെ സീനൊന്നുമില്ല. ചില്ല ഈ ഫോണിന്റെ പാസ്വേഡ് ഉണ്ട്. ഫോണിന്റെ പാസ്വേഡ് പാസ്വേഡ് യൂസ് ചെയ്യാറില്ല. ഓക്കെ ശരിയാ. ഡയറക്റ്റ് ലോക്ക് ഇല്ല. ചുച്ചുടു ഇവിടെ താമരശ്ശേരിയിൽ തക്കാളിത്തോട്ടം നോക്കാൻ പോയിരുന്നു.
ഇവിടെ ഇല്ലാത്തോണ്ട് പറയാൻ പറ്റാതെ പോയേ. കണ്ണാ സോബേഡ് നീയും എന്നോട് പറഞ്ഞു താമര ശരി അടങ്ങി നോക്കട്ടെ അടങ്ങി നിക്ക് ഫോർ എവർ. നീ ഇങ്ങനെ പറയുമെന്ന് ഓർത്തില്ല ഇത്രയും നാളും ക്ഷമിച്ച്. ബട്ട് വീണ്ടും പഴയ പോലെ തന്നെ കാട്ടുകോഴി സോറി പബ്ലിക്കായിട്ട് ഞാൻ തേച്ച് എന്നെ ഇത്ര കോൺഫിഡൻസ് ആയി പറഞ്ഞില്ല. ഇത് എനിക്കൊരു പബ്ലിക് ഇൻസൾട്ടിങ് തന്നെയാണ്. സോ ഞാൻ ശരിക്കും നിർത്തുന്നു. എടി എന്നിട്ടാണ് ഞാൻ അവനെ സെറ്റാക്കിയത്. നീ എന്നിട്ടാണ് നിങ്ങൾ ഇപ്പൊ സെറ്റായത്? ഇത്രയും നീ അവനെ പറഞ്ഞിട്ട് എന്നെ ചെറുക്കൻ ഇത്ര പറഞ്ഞിട്ടാണോ? എന്ത് നിന്റെ ചെറുക്കൻ നിങ്ങളെ ചെറുക്കൻ മൈ മിസ്റ്റേക്ക് അതാ പറഞ്ഞേ. നിങ്ങളുടെ ചെറുക്കൻ എനിക്ക് നിങ്ങളെ ഇങ്ങനെയുള്ളവരോട് സംസാരിച്ച് എനിക്ക് പരിചയമില്ല, ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യുന്നവരോട്. നിങ്ങളുടെ പയ്യനുണ്ടല്ലോ, ഞാനും റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് വേറെ പെണ്ണിനോട് പോയി പറഞ്ഞ് പ്രോബിസ്ഡേഡ് അന്ന് ഞാൻ അവന്റെ തേച്ചിട്ട് അതും പയ്യൻ കുറച്ച് ഇളവ് കിടക്കുക ഉള്ള കാര്യം പറയാം. ഇവര് കക്കൂസി കൊണ്ടുപോയത് മോശമാണ്, അതില്ല ഞാൻ പറയുന്നില്ല. പക്ഷെ പയ്യൻ ഇളവ് കിടക്കുക. ഇളവെന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കണം. എന്നെയൊക്കെ ഒരിക്കൽ അടിച്ചു വന്നു റോഡി വെച്ച്. എന്നെ നട റോഡി വെച്ച് അടിച്ചു വന്നു. അവളെ ഫോൺ എടുത്തേട്ടാ. അവള് കാര്യം പറഞ്ഞാ മറ്റേ ഫുട്ടേജ് ഇട്ട് കണ്ണാപ്പി സൂര്യബോസിന് എടുത്തെന്ന് പറഞ്ഞ ഇവളുടെ ഫോൺ തന്നത്. നോക്കട്ടെ ഞാൻ എവിടെ പോയിട്ട് സേഫ് ആയിട്ട് നോക്കാം. നമുക്ക് എവിടെ പോയിട്ട് സേഫ് ആയിട്ട് നോക്കിട്ട് ചെറുക്കൻ അവൻ എന്തിനൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ വെയിറ്റ്. എന്നിട്ട് ഇത് ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യും. അവരെ ഞാൻ മാത്രമേ ഉക്കാൻ പാടുള്ളൂ, വേറെ ആരും ഉക്കണ ഇഷ്ടമല്ല എനിക്ക്. എന്താ മാമ? അതാണ് എന്റെ പ്രശ്നം.